ഹലോ, അപ്പോൾ നമ്മളിന്ന് ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ ആദ്യം തന്നെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് ചൂടായി ഒന്ന് വരുമ്പോഴത്തേനും നമുക്ക് കറിവേപ്പില ഇടാം. ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് കൂടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവേ. അപ്പോൾ പിന്നെ ഗാർലിക് ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് ചതച്ച ഇഞ്ചി ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് നന്നായിട്ട് ജലാംശം പോകുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതിനകത്തായിട്ട് കുറച്ച് പുളി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തൊന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കിനും ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടൊരു ചെമ്മീനാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ച് ഒന്ന് വറുത്തെടുത്ത് ചെമ്മീനാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജലാംശമൊക്കെ പോയി നന്നായിട്ട് നമുക്കിത് വറുത്തെടുക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ, അതിനകത്ത് ജലാംശമൊക്കെ പോയി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയെ. അപ്പോൾ ആ ഒരു നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നു കഴിയുമ്പം നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേ പൊടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി, ബായ്.